ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, +1 ലിസാനുൽ ഖുറാനിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു 2-3 കോൺസെപ്റ്റുകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ കാര്യം മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ കാര്യം മുബ്തദയിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ പഠിക്കും, ഖബർ കൂടെ പഠിക്കും. മുബ്തദയിൻ്റെയും ഖബറിൻ്റെയും ഇഅ്റാബിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഖബറിൻ്റെ അൻവാഅ്, ഖബർ ഏതെല്ലാം രൂപത്തിൽ വരാം എന്നതിനെ കുറിച്ചുമാണ്. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്മിയായ ജുംല, അതുപോലെ തന്നെ ഫിഅലിയായ ജുംല എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ഈ പാഠത്തിൽ നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് പറയാം. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? ജുംലകൾ 2 രൂപത്തിലാണുള്ളത്. ഇസ്മിയായ ജുംലയുമുണ്ട്, ഫിഅലിയായ ജുംലയുമുണ്ട്. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ജുംല. ഫിഅലിയായ ജുംല എന്ന് പറഞ്ഞാൽ ഫിഅല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ജുംല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒക്കെ നോക്കിയാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്ന ഈ സെൻറ്റൻസുകളുടെയൊക്കെ തുടക്കത്തിൽ കാണുന്ന പദങ്ങൾ എന്താണ്? ഇസ്മുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇസ്മിയായ ജുംലകളാണ്, നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി പിന്നെ മുഹമ്മദുൻ ദഹബ എന്ന് പറഞ്ഞു. മുഹമ്മദുൻ ദഹബ, അപ്പോൾ ഇതൊരു സെൻറ്റൻസ് ആണ്, ഒരു പൂർണ്ണമായ അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? മുഹമ്മദുൻ ദഹബ. അപ്പോൾ മുഹമ്മദ് എന്ന പദം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഇസ്മല്ലേ, അപ്പോൾ അതൊരു ഇസ്മിയായ ജുംലയാണെന്ന് പറയാം. അതേസമയം ഈ സെൻറ്റൻസിനെ നമ്മൾ ദഹബ മുഹമ്മദുൻ എന്നാക്കിയാൽ, ദഹബ മുഹമ്മദുൻ എന്നാക്കിയാൽ ഇപ്പം ഇതെന്തായി മാറി? ഒരു ഫിഅലിയായ ജുംലയായിട്ട് മാറി. കാരണം എന്താണ്? ദഹബ എന്ന ഫിഅലാണ് ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ്മു കൊണ്ടാണെങ്കിൽ അതിനെ ഇസ്മിയായ ജുംല എന്ന് പറയും. ഫിഅല് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിഅലിയായ ജുംല എന്ന് പറയും. ഇത് നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ ഒന്നും ഈ പാഠത്തിൽ തന്നിട്ടില്ല എങ്കിലും തദ്രീബാത്തിൽ അതെന്താണെന്നൊരു ചോദ്യം, അല്ലെങ്കിൽ നൗആനി ജുംലയുടെ 2 രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മിയായ ജുംല എന്നും ഫിഅലിയായ ജുംല എന്നുള്ള ആൻസർ നമുക്കതിൽ അറിഞ്ഞിരിക്കണം. മാത്രമല്ല അതെന്താണെന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ഒരു അറബി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അറിയാത്ത ആളുകൾക്ക് വളരെ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതുമാണ്, പ്രത്യേകിച്ച് നമ്മൾ മുബ്തദ ഖബറിൻ്റെ പാഠം പഠിക്കുമ്പോൾ. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ വിഷയത്തിലേക്ക്, നമ്മുടെ പാഠത്തിലെ പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമുക്ക് ആദ്യം ഈ 4 ഉദാഹരണങ്ങളൊന്ന് വായിക്കാം. സാലിസുൽ ഖുലഫാഇർ റാഷിദീന ഉസ്മാനു റളിയല്ലാഹു അൻഹു. ഖുലഫാഉർ റാഷിദുകളിൽ 3-ാമത്തെ വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളിൽ 3-ാമത്തെ ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആകുന്നു. അപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളിൽ 3-ാമത്തെ ആൾ, ഇത് എന്താണ്? നമ്മൾ ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു ഇസ്മാണെന്ന് പറയാം അല്ലേ. സാലിസ് എന്താണ് ശരിക്കും ഇതിൽ ഇസ്മ, അതിൻ്റെ ബാക്കിയാണല്ലോ ഖുലഫാഉർ റാഷിദീന എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇസ്മാണ്, ഇത് മൊത്തമല്ല. ഈ സാലിസ് എന്നതൊരു ഇസ്മാണ്. അപ്പോൾ ഒരു ഇസ്മ കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ ഇസ്മിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? 3-ാമത്തെ ആളാകുന്നത് ഉസ്മാൻ എന്നവരാകുന്നു. അപ്പോൾ ഈ 3-ാമത്തെ ആൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ 2-ാമത്തെ പാർട്ട് ഉസ്മാൻ എന്ന പാർട്ട് പറഞ്ഞത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? സാലിസു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങി. 3-ാമത്തെ വ്യക്തി, ഖുലഫാഉർ റാഷിദീന എന്നുള്ളതൊന്നും അവിടെ ഇല്ല നിങ്ങൾ വിചാരിച്ചോ തൽക്കാലം. സാലിസു 3-ാമത്തെ ആൾ ഉസ്മാൻ എന്നവരാകുന്നു. 3-ാമത്തെ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സംഗതി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഉസ്മാൻ എന്നവരാകുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. മൗലിദുഹു, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ത്വായിഫിലാകുന്നു. കണ്ടോ, 2 സാധനങ്ങൾ ചേർന്ന് വരുമ്പം അതിനൊരു പൂർണ്ണമായ അർത്ഥം വരുന്നത് മനസ്സിലായോ? ഹുവ, അദ്ദേഹം, റാബിഉൽ ഇസ്ലാം, ഇസ്ലാമിൽ 4-ാമത്തെ വ്യക്തിയാകുന്നു. ഇസ്ലാം സ്വീകരിച്ചതിൽ 4-ാമത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാകുന്നു എന്നാണ് ഉദ്ദേശം. നമ്മൾ ആ ആശയത്തെക്കാൾ നമ്മൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. ആശയത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉസ്താദ്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ കൂടുതൽ വായിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഇതൊരു ഹദീസിൻ്റെ ഭാഗമാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് പറഞ്ഞതാണ്. ഉസ്മാൻ എന്നവർ, ഉസ്മാൻ എന്ന പേര് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാകുന്നു. അപ്പോൾ ഉസ്മാൻ എന്നവരെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പറയാണ്, ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ് നമ്മൾ അല്ലേ. അപ്പൊ ആദ്യം ആ പേര് പറയുന്നു, എന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇസ്മ പറയുന്നു, എന്നിട്ട് ആ ഇസ്മിനെ കുറിച്ച് ഒരു ഹുക്മ് പറയുന്നു. ആ ഇസ്മിനെ കുറിച്ച് ഒരു വിശദീകരണം, ആ ഇസ്മിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നു.
ഇതാണ് ഒരു ഇസ്മിയായ ജുംലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇസ്മുകൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇസ്മുകൾ ഏതൊക്കെ? സാലിസു, മൗലിദു, ഹുവ, ഉസ്മാനു, ഈ പറയുന്ന ഇസ്മുകൾ. ഒരു ഇസ്മിയായ ജുംലയിലെ ആദ്യം വരുന്ന ഇസ്മിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? മുബ്തദ എന്ന് പറയുന്നത്. ഒരു ഇസ്മിയായ ജുംലയിലെ ആദ്യം വരുന്ന ഇസ്മ, കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ജുംല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇസ്മ. ഏതൊരു ഇസ്മു കൊണ്ടാണോ ഒരു ജുംലയെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഇസ്മിന് പറയുന്ന പേരാണ് മുബ്തദ. ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് ആണിത്. എന്താണ് മുബ്തദ എന്ന് പറഞ്ഞാൽ? കുല്ലു ഇസ്മിൻ ബുദിഅ ബിഹിൽ ജുംലത്തു. ജുംല സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന, ജുംല തുടങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇസ്മിനെയാണ് മുബ്തദ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ്. ക്ലിയർ ആണല്ലോ? ജുംല തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫസ്റ്റത്തെ ഇസ്മിനെയാണ് മുബ്തദ എന്ന് പറയുന്നത്. കുല്ലു ഇസ്മിൻ ബുദിഅ ബിഹിൽ ജുംലത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ എല്ലാ മുബ്തദകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ ഒക്കെ അവസാനത്തിൽ നമുക്ക് ആ വേർഡിന്റെ അവസാനത്തിൽ, ഇവിടെ മൗലിദ് ഹൂ എന്നുള്ളതിൽ ഞാൻ ഹൂ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ കുറച്ച് ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരു ലമീറാണ്. മൗലിദ് എന്ന പദമാണ് ശരിക്കും അവിടുത്തെ ഫസ്റ്റ് ഇസ്മ. ഹൂ എന്നത് പിന്നെ അതിന്റെ മുലാഫിലായിട്ട് വരുന്ന ഒരു ലമീറാണ്. നമ്മൾ ലമീറിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ വേർഡ് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ സാലിസു, മൗലിദു, ഹുവ, ഉസ്മാനു. അപ്പൊ ഈ വാക്കുകളുടെ ഒക്കെ അവസാനത്തിൽ നമുക്ക് ലമ്മ് കൃത്യമായിട്ട് കാണാം. ഹുവയിൽ മാത്രം നമ്മൾ ലമ്മ് കൃത്യമായിട്ട് കാണൂല. അതും അറിയാവുന്നവർക്കറിയാം, 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലമീറുകളൊക്കെ മബനിയാണ്. മബനിയായ സാധനങ്ങളിൽ ഇഅ്റാബ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യൂല? അതിന്റെ അവസാനത്തിൽ മാറ്റം വരൂല. അങ്ങനെയുള്ള പദങ്ങളുണ്ട്, മബനിയായ പദങ്ങളുടെ അവസാനത്തിൽ മാറ്റം വരൂല. അതുകൊണ്ടാണ് അത് ഹുവയായിട്ട് തന്നെ കിടക്കുന്നത്. അതെപ്പോഴും ഹുവ എന്ന് തന്നെ പറയാം. അത് ഹുവോ എന്നൊന്നും ആകൂല. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യും? മാറ്റം വരുന്ന പദങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് മർഫൂഇന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ലമ്മ് കൊണ്ട് റഫ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ? എന്താ നമ്മൾ പറഞ്ഞത്? ഇത് മുബ്തദകളാണ്. മുബ്തദകളൊക്കെ മർഫൂ ആണ്. മർഫൂ ആണെന്ന് പറഞ്ഞാൽ അത് അവസാനത്തിൽ റഫ് ചെയ്യപ്പെട്ട പദങ്ങളാണ്. രണ്ട് കാര്യങ്ങളായി. ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് മുബ്തദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. അൽ മുബ്തദഉ മാ ഹുവ കുല്ലു ഇസ്മിൻ ബുദിഅ ബിഹിൽ ജുംലത്തു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? മുബ്തദഇന്റെ ഇഅ്റാബ് എന്താണ്? ഇഅ്റാബ് റഫ് ആണ്. മുബ്തദകളൊക്കെ മർഫൂ ആണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരു മുബ്തദ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിന്റെ ഒരു ഹുക്മ് അതിനുശേഷം പറയും എപ്പോഴും, അല്ലെ? അപ്പൊ ഒരു മുബ്തദ എന്ത് ആവശ്യമുണ്ട്? ഒരു മുബ്തദയിന് എന്ത് ആവശ്യമുണ്ട്? എപ്പോഴും ഒരു ശേഷം ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടല്ലോ. ആ എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഖബർ എന്ന് പറയുന്നത്. അൽ മുബ്തദഉ യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി. അതിലേക്ക് ചേർത്ത് പറയുന്ന, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്ന അർത്ഥം, അതിന്റെ വിശദീകരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹുക്കുമായിട്ട് പറയുന്ന, അതിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ഖബർ എപ്പോഴും ആവശ്യമുണ്ടാവും. എന്നാലേ നമുക്ക് ഈ ജുംല പൂർണ്ണമാവുള്ളൂ. ഇപ്പൊ സാലിസു എന്ന് മാത്രം പറഞ്ഞാൽ, മൂന്നാമത്തെ ആൾ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്കൊരു പൂർണ്ണമായ ആശയയിൽ നിന്ന് കിട്ടൂലല്ലോ. മൂന്നാമത്തെ ആള് എന്താണ്? മൂന്നാമത്തെ ആള് ഉസ്മാൻ എന്നവരാണ് എന്ന് പറയുമ്പോഴാണ് അതിനൊരു പൂർണ്ണമായ ആശയം വരുന്നത്. അപ്പൊ അങ്ങനെ, അല്ലെ? പിന്നെ നമുക്കൊരു ഈ എല്ലാ മുബ്തദയിനും എന്ത് വേണം? അതിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ഖബർ വേണം. അപ്പൊ മുബ്തദയിന് ആവശ്യമുണ്ട് എന്ത്? ഖബർ ആവശ്യമുണ്ട്. ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി, ഒരു ഖബർ ആവശ്യമുണ്ട്. ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഖബറിനെ കുറിച്ച്. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, അൽ മുബ്തദഉ മാ ഹുവ കുല്ലു ഇസ്മിൻ ബുദിഅ ബിഹിൽ ജുംലത്തു, ജുംല തുടങ്ങാൻ ആവശ്യമായ അല്ലെങ്കിൽ ജുംല തുടങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇസ്മിനെയാണ് മുബ്തദ എന്ന് പറയുന്നത്. അൽ മുബ്തദ യഹ്താജു ഇലാമ, മുബ്തദന് എന്ത് ആവശ്യമുണ്ട്? അൽ മുബ്തദ യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ അൽ മുബ്തദ മർഫൂഉൻ യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി എന്ന് കാണാം. അപ്പൊ ചില കുട്ടികൾ അതെന്താ ഉസ്താദ് മർഫൂ എന്നുള്ള വേർഡ് വിട്ടുപോയതാണോ എന്ന് വിചാരിക്കേണ്ട. മുബ്തദ ഒരു മർഫൂ ആണ്. മുബ്തദ മർഫൂ ആയ പദമാണ് എന്നാണ് പറഞ്ഞത്. അൽ മുബ്തദഉ, മുബ്തദ എന്നത് മർഫൂഉൻ, ഒരു മർഫൂ ആണ്, മർഫൂ ആയ വാക്കാണ്. യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി, അതിലേക്ക് ചേർത്തി പറയുന്ന ഒരു ഖബർ ആവശ്യമുള്ള ഒരു മർഫൂ ആയ ഇസ്മാണ്.
അപ്പൊ നമ്മളോട് ഇപ്പം ചോദിച്ചിരിക്കുന്നത് മുബത്തദിന്റെ ഇറാബൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ മർഫൂൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മുബത്തദിന് യഹ്താജു ഇലാമ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? അൽ മുബത്തദു യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി എന്ന് പറഞ്ഞാൽ മതി. ഇനി ഞാൻ പാഠം ലാസ്റ്റ് ഈ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിലൊന്ന് വായിച്ച അർത്ഥം പറയാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇതിലെ പ്രധാന ആശയങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ആശയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഖബറിനെ കുറിച്ചാണ്. മുബത്തദിന് ഒരു ഖബർ ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഖബർ എന്തൊക്കെ ആവാം? ആ ഖബർ 4 രൂപത്തിൽ വരാം എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അത് ഏതൊക്കെയാ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമത്തത് ഇവിടെ നോക്കി, ഈ ഉദാഹരണം നോക്കുക. സാലിസുൽ ഖുലഫാഇ, ഖുലഫാക്കളിൽ മൂന്നാമത്തെ ആൾ, ഖുലഫാ റാഷിദീങ്ങളിൽ മൂന്നാമത്തെ ആൾ. അപ്പൊ ഇതിലെ സാലിസ് എന്ന പദമാണ് മുബത്തദ്. അതിന്റെ ബാക്കിയായിട്ട് അതിന്റെ മുദാഫിലെയും മറ്റുമൊക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ബാക്കി. അത് നമ്മൾ അങ്ങനെ അതിനെ പറ്റി വല്ലാതെ നമ്മളങ്ങനെ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് അതിന്റെ കൂടെ തന്നെ അതിന്റെ വാലിന്റെ കഷ്ണാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളെ പിന്നെ തല എന്ന് പറഞ്ഞാൽ തലമ പിന്നെ അതിന്റെ കൂടെ വാലുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആ തല മാത്രം പറഞ്ഞാൽ മതി, വലിയ വിഷയമൊന്നുമില്ല അതിൽ. ഓക്കെ, അപ്പം സാലിസു എന്ന് പറയുന്നത് മുബത്തദ് ആണ് ഇവിടെ. അപ്പൊ അതിന്റെ ബാക്കിയാണ് അൽ ഖുലഫ കേട്ടോ. സാലിസുൽ ഖുലഫ എന്നാണ് ശരിക്ക് ആ ഫുള്ളായിട്ട് വരിക. അപ്പൊ ഈ പിന്നെ മുബത്തദ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കിയേ, ഇവിടെ ഈ ഖബർ എന്താണ്? മൂന്നാമത്തെ ആളാകുന്നത് ഉസ്മാനു, ഉസ്മാൻ എന്നവരാകുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഹുക്മ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഉസ്മാൻ എന്നവരാകുന്നു, അതാണ് ഇവിടെ ഖബർ. അപ്പൊ നോക്കിയേ, ഈ ഉസ്മാൻ എന്നത് എന്താണ്? ഒരു 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 സാധാരണ ഒരു ഇസ്മാണ് അല്ലെ, ഒരു മുഫ്രദായിട്ടുള്ള ഒരു ഇസ്മാണ്. അതിന്റെ കൂടെ വേറെ ഒന്നുമില്ല, ഒരു ഇസ്മാണ്, നോർമൽ ഒരു ഇസ്മാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഖബർ ഇസ്മായിട്ട് വരാം എന്ന് പറയാം. ഒന്നുമില്ല, ഒരു ഖബർ, ഒരു മുബത്തദ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഖബർ വേണം. ആ ഖബർ ഒന്നുകിൽ ഒരു ഇസ്മായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അല്ലെങ്കിൽ പിന്നെ ഒരു, ഞാൻ പറഞ്ഞു 4 രൂപത്തിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകിൽ ഇസ്മായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മുദ്മറം ഫിൽ ലർഫ്. അത് ലർഫ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ലർഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതാ ഇവിടെ ബിത്താഇഫി എന്ന് പറഞ്ഞു. താഇഫിൽ, താഇഫിൽ മൗലിദുഹു, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. മുബത്തദാണ്, സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ് എപ്പോഴും മുബത്തദ്. അപ്പൊ ഇത് മുബത്തദാണ്. മൗലിദുഹു, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ബിത്താഇഫി, താഇഫിലാകുന്നു. അപ്പൊ ഇവിടെ താഇഫിൽ എന്ന് പറഞ്ഞാല്, താഇഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരല്ലേ. ഇങ്ങനെ സ്ഥലത്തെ, സമയത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന പദങ്ങളെ അറബിയിൽ പറയുന്ന പേരാണ് ലർഫ് എന്ന്. സ്ഥലത്തെയോ സമയത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്ന പദങ്ങൾ അത് പല രൂപത്തിൽ വരാം. സ്ഥലത്തിന്റെ പേരെന്നെ ആവണമെന്നൊന്നുമില്ല. താഴെ, മുകളിൽ, രാവിലെ, വൈകുന്നേരം, ഇങ്ങനെയൊക്കെ പറയുന്നത്, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ഇങ്ങനെയൊക്കെ പറയുന്നത് ലർഫുകളാണ്. അപ്പൊ ഈ ലർഫുകൾ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും ഇവിടെ. ഇനി അല്ലെങ്കിൽ ഇത് പിന്നെ ഷിബ്ഹ് ജുംല എന്നൊക്കെ പറയും ഇതിന്. അങ്ങനെ ചില കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയലുണ്ടാവും. ഷിബ്ഹ് ജുംല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പം പിന്നെ ഒരു ജാറ്, ഇവിടെ ജറുണ്ട്, ജെറിന്റെ ഹർഫുണ്ട്. ജെറിന്റെ ഹർഫും ജെറ് ചെയ്ത വാക്കും ഒക്കെ കൂടെ വരുമ്പം ആ ജാറും മജ്റൂറും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സാധനമൊക്കെ ആയിരിക്കും ഇത് ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന പല രൂപത്തിൽ വരുന്ന സാധനങ്ങളെയാണ് ഇവിടെ ഈ മുദ്മറം ഫിൽ ലർഫ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ പിന്നെ ഇങ്ങനെ പറയുമ്പം ഇതിന്റെ ഉള്ളിൽ ശരിക്കും എന്തുണ്ടെന്ന് അറിയോ? താഇഫിൽ എന്നാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം അല്ലെ. ബിത്താഇഫി, താഇഫിൽ. താഇഫിൽ എന്താണ്? താഇഫില് പിന്നെ മുസ്തഖിറാണ്, സ്ഥിരപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇസ്തഖറ ബിത്തായിഫി എന്നൊക്കെ സങ്കല്പിക്കണം എന്നാണ്. ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു ഗ്രാമറാണ്. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൗലിദുഹു ഇസ്തഖറ ബിത്തായിഫി, അല്ലെങ്കിൽ മൗലിദുഹു മുസ്തഖിറുൻ ബിത്തായിഫി. ഇങ്ങനെ ഒരു വേർഡ് ഇവിടെ സങ്കല്പിക്കണം എന്നാണ് ഈ മുദ്മർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞ മനസ്സിലായ? ഇസ്തഖറ എന്ന ഒരു ഫിഅലിനെയോ മുസ്തഖിർ എന്ന ഒരു ഇസ്മിനെയോ, ഇസ്തഖറ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു, ഒരു ഫീലാണ്. മുസ്തഖിർ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടത്, അതൊരു ഇസ്മാണ്. ഇസ്മ ഫായിലിന്റെ വസനിൽ വരുന്ന സാധനമാണ്. ഇസ്മാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നവർ ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ, ഈ ഇസ്മാണെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും തിരിയാത്തവർ ജസ്റ്റ് മുസ്തഖിർ എന്ന് പറഞ്ഞാൽ ഇസ്മാണ് എന്നും ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ഫെയിലാണെന്നും വിശ്വസിക്കാം. സത്യമാണ്, അങ്ങനെയാണ്, അങ്ങനെ വിശ്വസിച്ചേക്കാം. അപ്പം ഇസ്തഖറ എന്ന ഒരു ഫിഅലിനെയോ മുസ്തഖിർ എന്ന് പറയുന്ന ഒരു ഇസ്മിനെയോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സങ്കല്പിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ സത്യത്തിൽ ഈ ഇസ്തഖറ എന്ന ഫിഅല് അല്ലെങ്കിൽ മുസ്തഖിറുൻ എന്ന ഇസ്മ, ഇതാണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുന്നത്? ഇവിടുത്തെ ഖബർ എന്ന് പറയുന്നത്.
അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പിന്നെ മൂത്തത് പറഞ്ഞ സാലിസാണ് മൂത്തത്, ബാക്കിയൊക്കെ അതിന്റെ കൂടെ വരുന്നതാണെന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലൊരു ബാക്കിയാണ്. അതേപോലെ എന്ന് പറയുന്ന ഇതൊന്നും അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അത് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്താണ്, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്തഖറ എന്ന ഫിഇലോ അല്ലെങ്കിൽ മുസ്തഖിറുൻ എന്ന ഇസ്മോ നമ്മൾ ഇവിടെ സങ്കല്പിച്ചിട്ട് അതാണ് ഇതിന്റെ ഖബർ. അപ്പൊ ഈ ലർഫ് വന്നിട്ടുണ്ടെങ്കിൽ ലർഫ് അതിന്റെ ശരിയായ ഖബറാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എന്താണെന്ന് പറയണം? അതിൻ്റെ അകത്ത് മുൽമറായി കിടക്കുന്ന ഈ ഫിഇലോ ഈ ഇസ്മോ ആണ് അതിന്റെ ഖബർ എന്ന് പറയണം. വലിയ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സാധനത്തിന്റെ ഒരു മുബത്തദയുടെ ഖബർ ഒന്നുകിൽ ഇസ്മായിട്ട് വരാം, നമ്മളിവിടെ പറഞ്ഞത് നേരത്തെ, പിന്നെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്മായിട്ട് വരാം. അതിന് അല്ലെങ്കിൽ എന്തായിട്ട് വരാം? ഒരു ലർഫിന്റെ അകത്ത് മുൽമറായി വരാം. ഇങ്ങനെ ബിത്വായിഫ് പോലെയുള്ള, അല്ലെങ്കിൽ പിന്നെ സെയ്ദുൻ ഫിൽ ബൈത്തി വീട്ടിൽ ഉണ്ട് എന്നാണല്ലോ പിന്നെ അതിന്റെ ബാക്കി നമ്മൾ മനസ്സിലാക്കുന്ന ആശയം. ആ ഉണ്ട് എന്ന ആശയത്തെ നമ്മൾ കുറച്ചും കൂടെ വൃത്തിയുള്ളൊരു അറബിയിൽ സങ്കല്പിക്കുന്നതാണ് എന്ത്? ഇസ്തഖറ അല്ലെങ്കിൽ മുസ്തഖിറുൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇസ്തഖറ എന്നുള്ളത് ഫിയലാണ്, അല്ലെങ്കിൽ മുസ്തഖിർ എന്ന് പറയുന്ന ഇസ്മാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ സാങ്കല്പികമായി വരുന്ന ഈ ഇസ്മോ ഫിയലോ ആയിരിക്കും എന്ത്? ഖബർ. അപ്പൊ ഒരു ഖബർ ലർഫിൽ മറഞ്ഞു വരാം, മുൽമറായി വരാം, ലർഫിന്റെ ഉള്ളിൽ മറിഞ്ഞിരുന്നു വരാം. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ഖബർ ഒന്നുകിൽ ഇസ്മായിട്ട് വരാം, അല്ലെങ്കിൽ ലർഫിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു വരാം. ലർഫിന്റെ ഉള്ളിൽ മുൽമറായിട്ട് വരിക എന്ന് പറയുമ്പം അത് ഒന്നുകിൽ ഇസ്മായിരിക്കാം അല്ലെങ്കിൽ ഫിയലായിരിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള സങ്കല്പിക്കാം. ഇസ്മായിട്ടോ ഫിയലായിട്ടോ വരാം. ഇനി മൂന്നാമത്തത്, ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ സംഗതിയും കൂടെ ഉൾക്കൊള്ളുന്ന രണ്ട് സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ രൂപം, ഖബറിന്റെ രൂപങ്ങളിൽ മൂന്നാമത്തത് അതൊരു ജുംല ഫിഅലിയയായിട്ട് വരലാണ്. അങ്ങനെ ജുംല ഫിഅലിയായിട്ട് വരിക, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, ഫിഅലിയായ ജുംല എന്ന് പറഞ്ഞാൽ ഫീൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ജുംല എന്നാണ് അർത്ഥം. നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു എന്നത് നമ്മുടെ ഈ ഒരു ഫുൾ സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അള്ളാഹു എന്ന ഇസ്മ കൊണ്ടാണ്. അപ്പൊ ആ ഇസ്മ എന്താണ്? ആ ഇസ്മ മുബത്തദാണ്. അള്ളാഹു എന്നതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഇസ്മ എന്താണ്? മുബത്തദാണ്. ഇനി അതിന്റെ ഖബർ എന്താ? ഈ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഫുൾ സെന്റൻസ് ആണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിലെ ഫസ്റ്റ് വേർഡ് എന്താ? ഈ സെന്റൻസിൽ, ഈ രണ്ടാമത് നമ്മൾ ഖബറായിട്ട് എടുക്കുന്ന ഈ സെന്റൻസിന്റെ അകത്ത് ഫസ്റ്റ് വേർഡ് എന്താണ്? ബഅസ എന്നതാണ് ഫസ്റ്റ് വേർഡ്. അതെന്താണ്? അതൊരു ഫിഅലാണ്. അപ്പൊ ഫിഅൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ജുംലയാണ് ഇവിടുത്തെ ഖബർ എന്ന് മനസ്സിലായില്ലേ? ഫിഅൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ജുംലക്ക് നമ്മൾ എന്ത് എന്ന് പറയും? ഫിഅലിയായ ജുംല എന്ന് പറയും. അപ്പൊ അള്ളാഹു എന്ന മുബത്തദയിന്റെ ഖബറായി വന്നിരിക്കുന്നത് എന്താണ്? ബഅസ എന്ന ഫിഅൽ കൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഫിഅലിയായ ജുംലയാണ്. ഇവിടെ ഈ ബഅസയും പിന്നെ അതിന്റെ ഒരു മഫൂലായിട്ട് മുഹമ്മദൻ എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ചില സെന്റൻസുകളിൽ ചിലപ്പോൾ എന്ത് പറയും? ഒരു ഫിയലും ഒരു ഫായിലും ഒരു മഫൂലും പിന്നെ അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് എക്സ്പ്ലനേഷനും വിശദീകരണങ്ങളും ഒക്കെ പാടെ പറയും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഒരു മുബത്തദയിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തു നോക്കിയാൽ അതിലെ ഫസ്റ്റ് വേർഡ് ഒരു ഫിയലാണെങ്കിൽ അവിടെ ഖബർ ഒരു ഫിഅലിയായ ജുംലയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നിങ്ങൾ ഇതേപോലെ ഇപ്പുറത്തേക്ക് പോവാ. നമ്മൾ അടുത്ത രൂപം എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് മുഹമ്മദ് എന്നതിന്റെ കൂടെ വരുന്നതാണ്. നമുക്കത് ഇപ്പൊ തൽക്കാലം നമുക്ക് അതിന്റെ ഇറാബ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദുൻ എന്ന വേർഡാണ് ഇവിടുത്തെ എന്ത്? ഇവിടുത്തെ മുബത്തദ അല്ലെ? ഫസ്റ്റ് ഇസ്മ മുബത്തദ. ഈ ഫുൾ സെന്റൻസ് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇസ്മായ മുഹമ്മദ് ഇവിടുത്തെ മുബത്തദാണ്. ഇനി നോക്കിയേ, ഇതിന്റെ ഖബർ എന്തായിരിക്കും? അപ്പം ആ മുഹമ്മദുൻ എന്ന വേർഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള വിധി എന്താണ്? ഹുക്ം എന്താണ്? അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്ന ഒരു സെന്റൻസ് ആണ്. ആ സെന്റൻസിലെ ഫസ്റ്റ് വേർഡ് എന്താ? ഉമ്മത്തുഹു, അതായത് മുഹമ്മദ് നബിയുടെ സമുദായം. അപ്പൊ ഉമ്മത്തു എന്ന വേർഡാണ്, ഈ ഇസ്മാണ് ഇവിടുത്തെ ഫസ്റ്റ് വേർഡ്. ഈ ഇസ്മും ഖൈറുൽ ഉമമി എന്ന ഖബർ, ഇതൊരു ഇസ്മാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെന്റൻസ് മാത്രം പരിഗണിച്ചാൽ ഇതും ഒരു മുബത്തദാണ്, ഇത് അതിന്റെ ഖബറുമാണ് കേട്ടോ. അല്ലെ? ഈ സെന്റൻസ് മാത്രം, ഈ ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്ന സെന്റൻസ് അതൊരു ഫുൾ ഒരു അർത്ഥമുള്ള, അവിടുത്തെ സമുദായം ഉത്തമ സമുദായമാണ്, മുഹമ്മദ് നബിയുടെ സമുദായം ഉത്തമ സമുദായമാണ്, അങ്ങനെ പറയുന്നപ്പോ. അപ്പൊ ഈ മുബത്തദവും ഈ ഖബറും ചേർന്നാലാണ് ഒരു ജുംല ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതുപോലെ? നമ്മൾ നേരത്തെ ഇവിടെ പിന്നെ ഒരു ഫിയലിന് ശേഷം ഫായിലും മഫൂലൊക്കെ ചേർന്നിട്ടാണല്ലോ അവിടെ ഒരു ജുംല ഉണ്ടായത്. അതേപോലെ ഇവിടെ
ഒരു മുബത്തദവും ഒരു ഖബറും ചേർന്നാണ് ഒരു ജുംല ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ജുംലയാണ്, ഈ മുബത്തദവും ഖബറും ചേർന്ന ഈ ജുംലയാണ് ഈ മുബത്തദഇന്റെ ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? മുബത്തദവും ഖബറും ചേർന്ന ഈ ഇസ്മിയായ ജുംലയാണ് ഈ മുബത്തദഇന്റെ ഖബർ, ഒന്നാമത്തെ മുബത്തദഇന്റെ ഖബർ. ഇത് കുറച്ച് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. മുബത്തദ എന്ന് പറഞ്ഞാൽ ജുംല തുടങ്ങാൻ ഉപയോഗിക്കുന്ന ഇസ്മിനെയാണ് മുബത്തദ എന്ന് പറയുന്നത്. അതിനെപ്പോഴും എന്താവശ്യമുണ്ട്? ഇല ഖബരിൻ യുസ്നദു ഇലൈഹി, അതിലേക്ക് ചേർത്തൊരു ഖബർ പറയേണ്ടതുണ്ട്. ആ മുബത്തദവും മർഫുവാണ്, ഖബറും മർഫുവാണ്. ഇതിൽ ഞാൻ പറയാതെ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്. മുബത്തദവും ഖബറും രണ്ടും മർഫുവാണ്. ഇവർക്ക് റെഫർ ചെയ്യുന്ന ആമിൽ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു മാനവിയായ ആമിലാണ്. അപ്പം കുറെ കുട്ടികൾക്ക് ആമിൽ എന്താണ്, മാനവി എന്താണ് എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അറിയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്തോ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഒരു സാധനത്തിന്റെ അകത്ത് ചേഞ്ച് വരുത്തും, ഒരു ഇസ്മിന്റെ അകത്ത് ചേഞ്ച് വരുത്തുന്നത്, നമ്മൾ ഏതൊരു പിന്നെ എന്താണ് പറയുക, ഒരു ജുംല എടുത്താലും അല്ലെങ്കിൽ ഒരു വേർഡ് എടുത്താലും ആ വേർഡിന്റെ അകത്ത് ചേഞ്ച് വരുത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഈ വിത്ത് ഐഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിൽ അവസാനം നമുക്ക് കാണാം ജെർ ചെയ്തിട്ട് കാണാം അല്ലെ. ബിത്ത് ഐഫി എന്ന വേർഡിൽ അവസാനം കസറാണ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു മജ്റൂറായ പദാണ്, ജെർ ചെയ്യപ്പെട്ട പദാണ്. ആരാണ് ഇതിന് ജെർ കൊടുത്തത്? അത് ഇവിടെ ഒക്കെ ഇങ്ങനെ പിന്നെ ലൊമ്മ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ കസർ കൊടുക്കാൻ കാരണം? ഈ കസർ വരാൻ കാരണം ഇവിടെ ബി എന്ന വേർഡ് വന്നതാണ്. അതായത് ഈ പദത്തിന്റെ ഇഅ്റാബിൽ മാറ്റം വരുത്തിയിരിക്കുന്ന ആള് ഈ ബി എന്ന ഹർഫാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആമിൽ ആരാണെന്ന് പറയാം? ഇവിടുത്തെ ആമില് ഈ ഹർഫാണെന്ന് പറയാം. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഒരു ഇസ്മിന്റെ അല്ലെങ്കിൽ ഒരു പദത്തിന്റെ ഇഅ്റാബിൽ മാറ്റം വരുത്താൻ കഴിയുന്ന, മാറ്റം വരുത്തുന്ന പിന്നെ ഘടകങ്ങളെയാണ് ആമിലുകൾ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ജറിന്റെ ഹർഫ് ഒരു ആമിലാണ്. അതേപോലെ ഒരുപാട് ആമിലുണ്ട്. അവിടെ ഫിൽ ജന്നത്തി, അൽ ജന്നത്തി എന്ന് പറയുമ്പോൾ അൽ ജന്നത്തി, അൽ ജന്നത്തു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാം. അവിടെ അൽ ജന്നത്തി എന്നായത് എന്തുകൊണ്ടാണ്? ഫി മുന്നിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ ഫി ഒരു ആമിലാണെന്ന് പറയാം. അപ്പൊ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആമിലുകൾ ഉണ്ടാവും. എന്നാൽ വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്ത ആമിലുകൾ ഉണ്ടാവും. ആ കാണാൻ കഴിയാത്ത ആമിലുകളെയാണ് നമ്മൾ മാനവിയായ ആമിലുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ മുബത്തദയിന്റെ അകത്ത് മുബത്തദയിന് റഫ് കൊടുക്കുന്ന ആമിൽ ആരാണ്? മുബത്തദകൾക്ക് റഫ് കൊടുക്കുന്ന ആമിൽ ആരാണ്? ഇവിടെ മർഫു തന്നെയാണ് കേട്ടോ. അത് അല്ലെങ്കിൽ ഫി മഹലി റഫ് എന്ന് പറയാം. റഫിന്റെ സ്ഥാനത്താണ്, മബനിയായ സാധനമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം എല്ലാം കൂടി ഇപ്പം ഞാൻ പറയില്ല. അപ്പം പിന്നെ എന്താ പറഞ്ഞത്, ഇതിനൊക്കെ റഫ് കൊടുക്കുന്ന ആളാരാണ്? അത് നമുക്കിവിടെ ആമിലിനൊന്നും കാണാനില്ല. ഇതിന്റെ ഒന്നും മുന്നിൽ നമ്മൾ നേരത്തെ ഫി ബി ഒക്കെ കണ്ടതുപോലെ ആമിലിനൊന്നും കാണാനില്ല. അപ്പൊ ഇവിടെയുള്ള ആമിൽ എന്ന് പറയുന്നത് ഒരു മാനവിയായ ആമിലാണ്. ആമിലുൻ മാനവിയുൻ, അൽ ആമിലു മാനവിയുൻ, മാനവിയായ ആമിലാണ്. അത് ഏതാണ്? ഹുവ, ആ മാനവിയായ ആമിൽ എന്ന് പറയുന്നത് ആരാണ്? അതിന്റെ പേരെന്താണ്? അൽ ഇബ്തിദാഉ, ഇബ്തിദാ എന്നതാണ് അതിന്റെ പേര്. ഒരു മാനവിയായ ആമിലാണ് ഇതിനൊക്കെ അമൽ ചെയ്യുന്നത്. ആ മാനവിയായ ആമിലിന്റെ പേര് ഇബ്തിദാ എന്നാണ്. ഇബ്തിദാ എന്ന് പറഞ്ഞാൽ അത് മുബത്തദ ആവൽ എന്ന് തൽക്കാലം മനസ്സിലാക്കിക്കോ. മുബത്തദ ആവൽ എന്ന ഒരു മാനവിയായ ഒരു ആശയപരമായ കാരണം കൊണ്ടാണ് അതിന് റഫ് കിട്ടിയിരിക്കുന്നത്. ഖബറിനും റഫ് കിട്ടുന്നത് ഇബ്തിദാ കൊണ്ട് തന്നെയാണ്, അങ്ങനെ പറയാം. അപ്പം ഈ പിന്നെ നമ്മൾ ജസ്റ്റ് ഇത്ര പറഞ്ഞത് എന്താ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് മുബത്തദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുംല തുടങ്ങുന്ന ഇസ്മ. ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല എന്നല്ലേ? ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല ഇസ്മിയായ ജുംലയുടെ ഡെഫിനേഷൻ ആണ്. അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്നുള്ളൂ. ജുംല തുടങ്ങാൻ ഉപയോഗിക്കുന്ന ഇസ്മിനെയാണ് മുബത്തദ് എന്ന് പറയുന്നത്. മുബത്തദയിന് എന്ത് ആവശ്യമുണ്ട്? മുബത്തദയിന് അൽ മുബത്തദ യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി, അതിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ഖബർ ആവശ്യമുണ്ട്. ഇനി ഖബർ ഏതൊക്കെ രൂപത്തിൽ വരാം? ഖബർ ഇസ്മായിട്ട് വരാം. ഏതുപോലെ? ഉസ്മാനു എന്ന് ഖബർ വന്നതുപോലെ. ഖബർ മുദ്മറം ഫിൽ ലർഫായിട്ട് വരാം, ലർഫിൽ മുദ്മറായി വരാം. മൗലിദുഹു ബിത്വായിഫി. അപ്പൊ ബിത്വായിഫി എന്നതിന്റെ അകത്ത് അതിന്റെ ഉള്ളിൽ ഇസ്തഖറ എന്ന ഒരു ഫിഅലിനെയോ മുസ്തഖിറുൻ എന്ന ഒരു ഇസ്മിനെയോ നമ്മൾ സങ്കല്പിച്ചാൽ അതാണ് അതിന്റെ ഖബർ. അപ്പൊ ആ സാങ്കല്പിക ഖബർ, ലർഫിൽ സാങ്കല്പികമായിട്ട് എന്തു വരാം? ഖബർ വരാം. പിന്നെ എന്തു വരാം? ജുംല ഫിഅലിയ ഖബറായിട്ട് വരാം. ജുംല ഫിഅലിയ എന്ന് പറഞ്ഞാൽ ഫിഅൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജുംല. അള്ളാഹു എന്നൊരു മുബത്തദ് അവിടെ ഉണ്ട്. എന്നിട്ട് പിന്നെ ബഅസ മുഹമ്മദൻ എന്നൊരു ഫിഅലിയായ ജുംലയാണ് അതിന്റെ ഖബറായിട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തു വരാം? ഇസ്മിയായ ജുംല വരാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു മുബത്തദ അവിടെ ഉണ്ട്. ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്ന ഇസ്മിയായ ജുംലയാണ് അവിടെ എന്തായിട്ട് വന്നിരിക്കുന്നത്? ഖബറായിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാനും മനസ്സിലാക്കാനുള്ളത്. ഇനി ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ ക്ലാസ് ഞാൻ ആവശ്യത്തിലധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കുറക്കണോ എന്നൊക്കെ ഒന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ജസ്റ്റ് പാഠം ഒന്ന് വായിച്ച് അർത്ഥം പറയാം. ജസ്റ്റ് ആവശ്യമുള്ള ആൾക്കാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. ഉസ്മാനു റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാലിസുൽ ഖുലഫാഇർ റാഷിദീന. അൽ ഖുലഫാഉർ റാഷിദീനിൽ മൂന്നാമത്തെ ആൾ ഉസ്മാനു, ഉസ്മാൻ എന്നവരാകുന്നു റളിയല്ലാഹു അൻഹു. മൗലിദുഹു, അദ്ദേഹത്തിന്റെ ജനനസ്ഥലം ബിത്തായിഫി, തായിഫിൽ ആകുന്നു. വ ഹുവ, അദ്ദേഹം റാബിഉൽ ഇസ്ലാമി, ഇസ്ലാമിൽ നാലാമത്തെ ആളാകുന്നു. നാലാമതായി ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു എന്നാണ് അർത്ഥം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാനു, ഉസ്മാൻ എന്നവർ റഫീഖി ഫിൽ ജന്ന, റഫീഖി എൻ്റെ കൂട്ടുകാരനാകുന്നു, ഫിൽ ജന്നത്തി സ്വർഗത്തിൽ, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാകുന്നു. തജിദു ഫീമാ സബഖ, നേരത്തെ കഴിഞ്ഞതിൽ നിനക്ക് കാണാം, അർബഅ ജുമലിൻ, 4 ജുംലകൾ. സാലിസുൽ ഖുലഫാഇർ റാഷിദീൻ ഉസ്മാനു എന്നത് ഒരു ജുംല, മൗലിദുഹു ബിത്തായിഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ജുംല, ഓഹോ റാബിഉൽ ഇസ്ലാം എന്ന് പറയുന്നത് മൂന്നാമത്തെ ജുംല. പിന്നെ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ജുംലയായിട്ട് പരിഗണിക്കുന്നത് ഉസ്മാനു റഫീഖി ഫിൽ ജന്ന എന്ന് പറയുന്ന നാലാമത്തെ ജുംലയാണ്. അതാണ് നമുക്ക് പാഠത്തിൽ ഒരു ആവശ്യമായിട്ട് വരുന്ന ഉദാഹരണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്, പക്ഷെ ആ ഖാലയുടെ നബി തങ്ങൾ പറഞ്ഞ ആ കാര്യം മാത്രം നമ്മളൊരു സെന്റൻസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ 4 സെന്റൻസുകൾ, 4 ജുംലകൾ കാണാം. ജുംല എന്ന് പറഞ്ഞ സെന്റൻസ് അല്ലെ. ഫീഹ, അതിലുണ്ട്, അസ്മാഉൻ മുലവ്വനത്തുൻ, കളറ് കൊടുത്ത കുറച്ച് ഇസ്മുകളുണ്ട്. യുഖാലു ലഹ, ആ കളറ് കൊടുത്ത ഇസ്മുകൾക്കൊക്കെ പറയപ്പെടും മുബ്തദഉൻ, മുബ്തദ എന്ന് പറയപ്പെടും. സാലിസു എന്നതൊരു മുബ്തദാണ്, മൗലിദുഹു എന്നതൊരു മുബ്തദാണ്, ഹുവ എന്നതൊരു മുബ്തദാണ്. അവിടെ വാവ് കണ്ടിട്ടൊന്നും കൺഫ്യൂഷൻ ആവേണ്ട. വാവ് പിന്നെ ഇസ്തീനാഫിന് വേണ്ടിയിട്ടും മത്തഫിന് വേണ്ടിയിട്ടൊക്കെ വാവ് ഉപയോഗിക്കും. അത് നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കേസ് അല്ല, വിട്ടേക്ക്. അതേപോലെ ഉസ്മാനു എന്നതും ഒരു മുബ്തദ ആണ്. അപ്പൊ ഇതിനൊക്കെ മുബ്തദ എന്ന് പറയും. കുല്ലുസ്മിൻ ബുദിയ ബിഹിൽ ജുംലത്തു, ഒരു കുല്ലുസ്മിൻ ഏതൊരു ഇസ്മും, ബുദിയ ബിഹിൽ ജുംലത്തു അതുകൊണ്ടൊരു ജുംല സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ജുംല അതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്മിനെ, ഒരു ജുംല തുടങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഇസ്മിനെ യുസമ്മ മുബ്തദഅൻ, മുബ്തദ എന്ന് വിളിക്കപ്പെടും. വൽ മുബ്തദഉ, മുബ്തദ എന്ന് പറയുന്നത് മർഫൂഉൻ, ഒരു മർഫൂആയ പദമാകുന്നു. യഹ്താജു ഇലാ ഖബരിൻ യുസ്നദു ഇലൈഹി, അതിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ഖബർ അതിന് ആവശ്യമുണ്ടാകും. ഒരു മുബ്തദ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഖബറിനെ ചേർത്തി പറയേണ്ടി വരും. അപ്പൊ ഒരു ഖബർ അതിനെപ്പോഴും ആവശ്യമുണ്ടാകും. അങ്ങനെ ആവശ്യമായി വരുന്ന ഒരു ഖബർ ആവശ്യമായി വരുന്ന മർഫൂആയ ഒരു പദമാകുന്നു മുബ്തദ. വൽ ഖബറു അയ്ളൻ മർഫൂഉൻ, ഖബറും മർഫൂഅ തന്നെയാണ്, റഫ് ചെയ്യപ്പെട്ട പദം തന്നെയാണ്. റഫ്, നസ്ബ്, ജർ, ജസ്മ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ റഫ്, നസ്ബ്, ജസ്മ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു വീഡിയോ ഉണ്ട്. അവിടെയും ഈ മുബ്തദ ഖബറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് കണ്ടു നോക്കാം. വൽ ആമിലു റാഫിഉ ലഹുമാ, ഈ 2 സാധനങ്ങൾക്കും, ലഹുമാ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും, ആരൊക്കെ രണ്ടാൾ, മുബ്തദഇനും ഖബറിനും റഫ് ചെയ്യുന്ന ആമിൽ മഅനവിയുൻ, അതൊരു ആശയപരമായ ആമിലാണ്, മഅനവിയായ ആമിലാണ്. നേരെ നോക്കിയാൽ കാണൂല, ലഫ്ളിയല്ല, പദം കാണൂല, ഒരു ആശയമാണ് അതിനൊക്കെ റഫ് ചെയ്യുന്നത്. എന്താണത്? വഹുവ, ആ ആമിലിന് നമ്മൾ പറയുന്ന പേര്, ആ ആമില് ആകുന്നത് അൽ ഇബ്തിദാഉ, ഇബ്തിദാ എന്ന ഒരു സാധനമാകുന്നു. അപ്പൊ ഇബ്തിദാ എവിടെയെന്ന് നോക്കിയാൽ ഇങ്ങനെ പിന്നെ അതിനൊരു പദമായിട്ട് അവിടെ കാണാൻ കഴിയില്ല. പക്ഷെ ഇബ്തിദാ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇതിനൊക്കെ എന്ത് കൊടുത്തിരിക്കുന്നത്, റഫ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റഫ് ചെയ്യുന്ന ആമില് മഅനവിയായ ഒരു ആമിലാണ്. അത് ഏതാണ് ആ ആമില്? ഇബ്തിദാ എന്ന ഒരു മഅനവിയായ ആമിലാകുന്നു. വൽ ഖബറു, ഖബർ, യകൂനു ഇസ്മൻ, ഒന്നുകിൽ ഇസ്മാകാം, കമാ ഫിൽ ജുംലത്തിൽ ഊല വസാലിസ വറാബിഅ, ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ജുംലകളിൽ ഉള്ള ഉദാഹരണം നമ്മൾ തന്നിട്ടുള്ള പാഠത്തിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങളിലെ 1, 3, 4 സെന്റൻസുകളിൽ കാണുന്നത് പോലെ. ഒന്നാമത്തെ എന്താ? സാലിസുൽ ഖുലഫാഇർ റാഷിദീന ഉസ്മാനു, ഉസ്മാനു എന്നതാണ് അവിടുത്തെ ഖബർ. രണ്ടാമത്തത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ എന്താ? ഹുവ റാബിഉൽ ഇസ്ലാമി. അപ്പം പിന്നെ റാബിഉൽ ഇസ്ലാമി എന്നിടത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ?
അപ്പൊ മൂന്നാമത്തെ ജുംലയിലുള്ളത് ഹുവ റാബിഉൽ ഇസ്ലാമി എന്ന് പറയുമ്പോൾ എന്താണ്? റാബിഉ എന്നത് ഒരു ഇസ്മാണ് കേട്ടോ. അൽ ഇസ്ലാമി എന്നുള്ളതിന്റെ മുലാഫിലേഹിയാണ്. അപ്പൊ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുലാഫിലേഹിനെ നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആ മുലാഫിനെയാണ് നമ്മൾ എന്തായിട്ട് പറയാ? റാബിഉ എന്ന മുലാഫിനെയാണ് നമ്മൾ എന്തായിട്ട് പറയാ? ഒരു അതിന്റെ മൂത്തതായിട്ടാണ് ഖബറായിട്ടാണെങ്കിലും ഒക്കെ പറയാം. അപ്പൊ ഇവിടെ ഖബർ ആരാണ്? റാബിഉ എന്ന മുലാഫാണ്, അല്ലെങ്കിൽ ആ ഇസ്മാണ്. അപ്പൊ അതൊരു ഇസ്മാണെന്ന് മനസ്സിലായല്ലോ. അൽ ഇസ്ലാമി എന്നുള്ളത് അതിന്റെ മുലാഫിലേഹിയാണ്, അതിന്റെ വാലാണ് എന്നർത്ഥം. ഇനി നാലാമത്തത് എന്താണ്? നാലാമത്തതും ഇതിന്റെ ഉദാഹരണം തന്നെയാണ് അല്ലെ. ഉസ്മാനു റഫീഖി ഫിൽ ജന്നത്തി എന്നുണ്ട് അവിടെ. അത് നമുക്ക് വിഷയമല്ല. ഉസ്മാൻ എന്നവര് മുബ്തദാണ്. റഫീഖി എന്റെ കൂട്ടുകാരനാകുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരനാണ് എന്ന് പറയുന്നത് ഒരു ഇസ്മന്നല്ലേ? കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു ഇസ്മന്നല്ലേ? അപ്പൊ കൂട്ടുകാരനാണ് എന്നുള്ളത്. പിന്നെ ഫിൽ ജന്ന എന്നുള്ളൊരു പിന്നെ എന്താണ് ജാറു മജ്റൂർ ഒക്കെ അവിടെ ഉണ്ട്. അത് നമുക്ക് ഇപ്പം നമ്മുടെ സെന്റൻസിൽ ഈ ഒരു സെന്റൻസിന്റെ അകത്ത് നമുക്കൊരു വലിയ വിഷയമല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തു പറയാം? റഫീഖി എന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ആശയം പൂർണ്ണമാകുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഖബർ എന്ന് പറയാം. അതുകൊണ്ട് ആ നാലാമത്തെ ഉദാഹരണത്തിലും ഖബർ ഒരു ഇസ്മാണ് എന്ന് മനസ്സിലാക്കാം. വഖദ് യകൂനു മുദ്മറൻ ഫിൽ ലർഫി, ചിലപ്പോൾ ഖബർ എന്തായിട്ടും വരാം? ലർഫിൽ മുദ്മറായി വരാം. കമാ ഫിൽ ജുംലത്തി സാനിയ, രണ്ടാമത്തെ ജുംലയിലുള്ളതുപോലെ. രണ്ടാമത്തെ ജുംല തന്നെ നമ്മളെ മൗലിദുഹു ബിത്വായിഫി എന്നുള്ളതാണ് രണ്ടാമത്തെ ജുംല. അപ്പൊ അതിലെന്താ ഉള്ളത്? അതിൽ മുദ്മറായിട്ടാണുള്ളത്. ലർഫിൽ മുദ്മറാണ്. ബിത്വായിഫി എന്നതാണ് ലർഫ്. അതിന്റെ ഉള്ളിൽ ഇസ്തഖറ എന്നോ മുസ്തഖിർ എന്നോ നോക്കോ അവിടെ പറയുന്നതാ വയുഖദ്ദറുൽ ഖബറുൽ മുദ്മറു. ഇങ്ങനെ ലർഫിൽ മുദ്മറായിട്ട് വരുന്ന പറഞ്ഞല്ലോ, ആ മുദ്മറായി വരുന്ന ഖബറിനെ സങ്കല്പിക്കപ്പെടണം. നമുക്ക് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കാം? ഫിഇലൻ, ഫിഇലായിട്ട് സങ്കല്പിക്കാം. ഔ ഇസ്മൻ, അല്ലെങ്കിൽ ഇസ്മായിട്ടും സങ്കല്പിക്കാം. ഫിഇലായിട്ടും ഇസ്മായിട്ടും സങ്കല്പിക്കാൻ കഴിയും. മുദ്മറായ ഖബറിനെ എന്തൊക്കെയായിട്ട് സങ്കല്പിക്കാം? ഫീലായിട്ട് സങ്കല്പിക്കാം, ഇസ്മായിട്ട് സങ്കല്പിക്കാം. ഉദാഹരണം ഇസ്തഖറ ഔ മുസ്തഖിറുൻ, അല്ലെങ്കിൽ ഇസ്തഖറ എന്ന് പറയുമ്പോൾ ഒരു ഫീലായിട്ട് സങ്കല്പിച്ചു, മുസ്തഖിറുൻ എന്ന് പറയുമ്പോൾ ഇസ്മായിട്ട് സങ്കല്പിച്ചു. ഇതുപോലെയുള്ളതിനെ സങ്കല്പിക്കാം. ഇത് മാത്രമേ പറ്റുള്ളൂ എന്നല്ല. ഇതിന്റെ അതേ അർത്ഥം വരുന്ന എത്രയോ പര്യായ പദങ്ങൾ അറബി ഭാഷയിലുണ്ടാവും. സാബിത്തുൻ എന്ന് സങ്കല്പിക്കാം. മുസ്തഖിറുൻ എന്നതിന്റെ അതേ അർത്ഥം വരുന്ന ഒരു വേർഡാണ്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ, ഒരുപാട് വേർഡുകൾ ഉണ്ടാവും ഇതിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഏത് വേർഡും നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു ഫിയലിനെ അല്ലെങ്കിൽ ഒരു ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് സങ്കല്പിക്കും. വഖദ് യകൂനുൽ ഖബറു ജുംലതൻ ഫിഅലിയതൻ, ചിലപ്പോൾ ഖബർ ജുംല ഫിഅലിയായിട്ടും വരാം. ചിലപ്പോൾ ഖബർ ഫിഅലിയായ ജുംലയായിട്ട് വരാം. ഉദാഹരണത്തിന് ഉദാഹരണം പറയുന്ന അതിന് മുമ്പ് ഔ ഇസ്മിയതൻ, അല്ലെങ്കിൽ ഇസ്മിയായ ജുംലയായിട്ടും ഖബർ വരാം. ഉദാഹരണങ്ങൾ എന്തൊക്കെ? അല്ലാഹു ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആകുന്നത് ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിരിക്കുന്നു. അപ്പം ബഅസ എന്ന ഫീൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ബഅസ മുഹമ്മദൻ എന്ന ഖബറായി വരുന്ന ജുംല ഒരു ഫിഅലിയായ ജുംലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു എന്ന മുബ്തദയുടെ ഖബറാണ് ബഅസ മുഹമ്മദൻ എന്ന ജുംല. ആ ജുംല എന്താണ്? ഒരു ഫിഅലിയായ ജുംലയാണ്. അപ്പോൾ മുഹമ്മദിൻ അടുത്തതാണ്. ഇത് ഇസ്മിയായ ജുംലക്ക് ഉദാഹരണമാണ് അടുത്തത്. അപ്പോൾ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുഹു ഖൈറുൽ ഉമമി, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ഒരു മുബ്തദാണ്. ഉമ്മത്തുഹു ഖൈറുൽ ഉമമി, ആ മുഹമ്മദ് നബിയുടെ സമുദായം ഉത്തമ സമുദായമാകുന്നു. അപ്പം ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്ന് പറയുന്നത് ഒരു മുബ്തദോ ഖബറും ചേർന്ന ഒരു ജുംല ഉണ്ട്. ആ ജുംലയാണ് മുഹമ്മദുൻ എന്ന് പറഞ്ഞിരിക്കുന്ന മുബ്തദയുടെ ഖബർ. അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളിൽ അല്ലാഹു മുബ്തദഉൻ, അല്ലാഹു എന്നത് മുബ്തദാണ്. ഒന്നാമത്തെ ഉദാഹരണം എന്തായിരുന്നു? അല്ലാഹു ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബഅസ മുഹമ്മദൻ എന്ന സെന്റൻസിന്റെ അകത്ത് അല്ലാഹു മുബ്തദാണ്. ഓ ബഅസ ജുംലത്തുൻ ഫിഅലിയ, ബഅസ എന്ന ഫീൽ എന്താണ്? ആ ഫീല് ശരിക്കും ഒരു ഫീല് എന്ന് പറയുന്നത് തന്നെ ഒരു ജുംലയാണ്. ബഅസ എന്ന ഫീല് പറയുമ്പോഴത്തേക്കന്നെ അതിൻ്റെ അകത്ത് ഒരു ഫീലും വന്നു, ഒരു ഫായിലും വന്നു. അവൻ അയച്ചു എന്ന് അതിന്റെ അർത്ഥം. അവൻ അയച്ചു എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ ആശയമുള്ള ഒരു സെന്റൻസ് തന്നെ ആയത്. അവൻ അയച്ചു, കഴിഞ്ഞു. ഇനി ആരെ അയച്ചു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അവൻ അയച്ചു എന്ന് പറയുന്നതിൽ തന്നെ എന്തുണ്ട്? പൂർണ്ണമായ ഒരു ആശയം കിടക്കുന്നുണ്ട്, നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ജുംലയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏതൊരു ഫീൽ എടുത്തു നോക്കിയാലും സത്യത്തിൽ അതെന്താണ്? ഒരു ഫീൽ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫായിലും കൂടെ വരുന്നത് കൊണ്ട് അതൊരു ജുംലയാണെന്ന് പറയാൻ പറ്റും. അപ്പം ബഅസ എന്നത് ഒരു ഫീലിയായ ജുംലയാണ്. മുഹമ്മദൻ എന്നത് അതിന്റെ ബാക്കിയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബഅസ മുഹമ്മദൻ എന്ന് പറഞ്ഞത് ഒരു ഫീലിയായ ജുംലയാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, ബഅസ എന്നത് മാത്രം എടുത്തിട്ട് ഒരു ഫീലിയായ ജുംലയാണെന്ന് പറഞ്ഞാലും ശരി തന്നെ. കാരണം എന്താ, ഒരു ജുംലയിൽ നമുക്കൊരു ആശയം പൂർണ്ണമാണെന്നുള്ളൂ. അത് കുറച്ചും കൂടെ വ്യക്തത വരുന്ന കുറെ കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലത്. ഇത് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് എന്താവില്ല, ഒരാശയം ഒരു ജുംല ആവാതിരിക്കൊന്നും ഇല്ല. നമുക്കൊരു ആശയം പൂർണ്ണമായാൽ മതി. ബഅസ അവൻ അയച്ചു, ഒരാശയം പൂർണ്ണമായി.
അപ്പോൾ അതൊരു ജുംലയാണ്. അപ്പോൾ എന്താണ്, ബഅസ എന്നത് ജുംല ഫിഅലിയയാണ്. വഹിയ ഖബറുൽ മുബ്തദഇ, അതാണ് മുബ്തദയിന്റെ ഖബർ. ഏത് മുബ്തദയിന്റെ? അല്ലാഹു എന്ന മുബ്തദയിന്റെ ഖബർ. അപ്പോൾ ഒരു ജുംല ഫിഅലിയയാണ് അവിടെ ഖബറായി വന്നിരിക്കുന്നത്. വകദാ, അപ്രകാരം തന്നെ മുഹമ്മദുൻ മുബ്തദഉൻ, മുഹമ്മദുൻ എന്നത് ഒരു മുബ്തദാണ്. വ ഉമ്മത്തുഹു മുബ്തദഉൻ സാനിൻ, ഇനി അതിനുശേഷം ഉമ്മത്തുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു മുബ്തദാണ്. വ ഖൈറു ഖബറുഹു, ഖൈറു എന്നത് അതിന്റെ ഖബറാണ്. ഉമ്മത്ത് എന്ന് പറയുന്നത് വേറൊരു മുബ്തദാണ്. ആ മുബ്തദയിന്റെ, ആ രണ്ടാമത് വന്നിരിക്കുന്ന മുബ്തദയിന്റെ ഖബറാണ് എന്ത്? ഖൈറു എന്ന് തുടങ്ങുന്ന സംഭവം. ഖൈറു എന്ന് പറഞ്ഞത് തന്നെ മതി. ഇനി അൽ ഉമമി എന്നുള്ളത് അതിന്റെ വാലാണ്, നേരത്തെ പറഞ്ഞ പോലെ മുദാഫ് ഇലൈഹിയാണ്. അപ്പം ഖൈറുൽ ഉമമി എന്നത് എന്താണ്? അതിന്റെ ഖബറാണ്. ഏതിന്റെ? ഉമ്മത്തുഹു എന്ന മുബ്തദയിന്റെ ഖബറാണ്. അപ്പൊ ഉമ്മത്തുഹു എന്ന മുബ്തദവും ഖൈറു എന്ന ഖബറും കൂടെ ചേർന്ന് ഒരു മുബ്തദ ഖബറും ചേർന്ന് ഒരു ഇസ്മിയായ ജുംല ഉണ്ടായിരിക്കുന്നു. ആ വൽ ജുംലത്തു, ആ ഇസ്മിയായ ജുംലയാണ് ഖബറുൽ മുബ്തദയിൽ അവ്വലി, ആദ്യത്തെ മുബ്തദയിന്റെ ഖബർ. ഏതാ ആദ്യത്തെ മുബ്തദ? മുഹമ്മദുൻ എന്നത്. അപ്പൊ മുഹമ്മദുൻ ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്ന സെന്റൻസ് എടുത്താൽ മുഹമ്മദുൻ എന്ന മുബ്തദ, ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്നുള്ള ജുംല അതിന്റെ ഖബർ. അപ്പൊ ആ ഉമ്മത്തുഹു ഖൈറുൽ ഉമമി എന്നുള്ള ജുംല എടുക്കുമ്പോൾ അതിലും എന്തുണ്ടാവും? അതൊരു ജുംലയാണല്ലോ, ഒരു ഇസ്മിയായ ജുംലയാണല്ലോ. അപ്പൊ അതിലും എന്തുണ്ടാവും? ഏതൊരു ഇസ്മിയായ ജുംലയിലും എന്തുണ്ടാവും? ഒരു മുബ്തദ ഒരു ഖബറും ഉണ്ടാവും. അപ്പൊ ഉമ്മത്തുഹു എന്നുള്ളത് മുബ്തദാണ്, പിന്നെ ഖൈറുൽ ഉമമി എന്നുള്ളത് അല്ലെങ്കിൽ ഖൈറു എന്നത് അതിന്റെ ഖബറാണെന്ന് പറയാം. അത് രണ്ടും കൂടെ ചേർന്ന ജുംലയാണ് ആദ്യം പറഞ്ഞ മുഹമ്മദ് എന്ന മുബ്തദയിന്റെ ഖബർ. മുബ്തദഉൻ സൈദുൻ വആദീറുൻ ഖബർ. മുബ്തദഉൻ സൈദുൻ, സൈദ് എന്നത് മുബ്തദ ആകുന്നു. വആദിറുൻ ഖബറുൻ, ആദിറുൻ എന്നത് ഖബറും ആകുന്നു. ഇൻ ഖുൽത സൈദുൻ ആദിറുൻ മൻ ഇഅ്തദർ, സൈദുൻ ആദിറുൻ മൻ ഇഅ്തദറ എന്ന് നീ പറഞ്ഞാൽ, സൈദുൻ ആദിറുൻ മൻ ഇഅ്തദറ എന്നൊരു സെന്റൻസ് നീ പറഞ്ഞാല് അതിലെ സൈദുൻ എന്നത് മുബ്തദഉം ആദിറുൻ എന്നത് ഖബറുമാകുന്നു എന്നാണ് ഇബ്നു മാലിക് റഹിമഹുല്ലാ തന്റെ അൽഫിയയിൽ ഈ മുബ്തദ ഖബറിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞിരിക്കുന്ന വാചകം. അപ്പൊ അദ്ദേഹം മുബ്തദ ഖബർ എന്താണെന്നുള്ളതിന് ഒരു താരീഫ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ട്, ആ എക്സാമ്പിൾ വളരെ കണ്ണിങ് ഉള്ള എക്സാമ്പിൾ ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണം ഉണ്ട്, നമുക്ക് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ആ എക്സാമ്പിളിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? മുബ്തദ ഖബർ എന്നതിന്റെ താരീഫിനെ, അതിന്റെ ഡെഫിനിഷനെ ഒതുക്കിയിരിക്കുകയാണ്. അപ്പൊ സൈദുൻ എന്നത് മുബ്തദവും ആദിറുൻ എന്നത് ഖബറുമാണ്. സൈദുൻ ആദിറുൻ മൻ ഇഅ്തദറ എന്ന് നീ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, ഈ സെന്റൻസിൽ സൈദുൻ ആദിറുൻ മൻ ഇഅ്തദറ എന്ന സെന്റൻസിൽ സൈദുൻ എന്നത് മുബ്തദവും ആദിറുൻ എന്നത് ഖബറുമാണ്. സൈദുൻ ആദിറുൻ മൻ ഇഅ്തദറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൈദുൻ സൈദ്, ആദിറുൻ മൻ ഇഅ്തദറ ഇഅ്തിദാർ പറയുന്ന ആളുകളുടെ ഉദ്ർ സ്വീകരിക്കുന്നവനാണ് എന്നാണ്. മനസ്സിലായോ? പിന്നെ എന്താണ്, എക്സ്ക്യൂസ് പറഞ്ഞാല്, മാപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാരണം ബോധിപ്പിച്ചാല് ആ കാരണം സ്വീകരിച്ച് അവർക്ക് മാപ്പ് കൊടുക്കുന്ന ആളാണ് സൈദ് എന്നർത്ഥം. അപ്പൊ ആദിറുൻ എന്നത് അതിന്റെ ഖബറാണ്. മൻ ഇഅ്തദറ എന്ന് പറയുന്നത് ആദിറുൻ എന്നതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആശയത്തിന്റെ മഫൂലൊക്കെയാണ്. അത് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് പാഠം. ഇതിലെ തദ്രീബാത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ക്ലാസ് കേട്ടിട്ട് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയാം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ് കിട്ടുന്നത്. അപ്പൊ അത് കുറച്ച് ആളുകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്തതിനൊരു ഫലം ഉണ്ടാവണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടണമല്ലോ. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആളുകൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ +1 പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. ആ രീതിയിലൊന്നും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.